കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും നേരിട്ട് എതിർക്കുന്ന രണ്ട് നേതാക്കൾ, അതിൽ ഒന്ന് സ്റ്റാലിനും മറ്റൊന്ന് മമതാ ബാനർജിയുമാണ്. യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇത്തവണ നടക്കുന്നത് രണ്ട് ബ്രാൻഡുകൾ തമ്മിലുള്ള പോരാട്ടം എന്നതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമതാ ബാനർജി എന്നത് അവിടെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ആരും തോൽപ്പിക്കാൻ പറ്റാത്ത വലിയ ശക്തിയായി മമതാ ബാനർജി മാറി എന്നത് നമുക്കറിയാം. അങ്ങനെ പശ്ചിമ ബംഗാളിലെ ഒരു ബ്രാൻഡ് എന്നതിന് അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖം ആണ് മമതാ ബാനർജിയുടേത്. മറുഭാഗത്ത് BJP ആകട്ടെ നരേന്ദ്രമോദിയെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രംഗത്തുള്ളത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പശ്ചിമ ബംഗാളിൽ പലപ്പോഴും 7-8 ഘട്ടങ്ങളായിട്ടൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ ഇത്തവണ കേവലം 2 ഘട്ടങ്ങൾ മാത്രമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 294 സീറ്റുകൾ ഉള്ള പശ്ചിമ ബംഗാളിൽ 16 ജില്ലകളിൽ ആണ് ഇപ്പോൾ വിധിയെഴുത്ത്. 152 മണ്ഡലങ്ങൾ ആണ് ഇപ്പോൾ വിധിയെഴുതുന്നത്. ഇവിടെ 1478 സ്ഥാനാർത്ഥികൾ ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പശ്ചിമ ബംഗാളിൽ ഇത്തവണ മമതാ ബാനർജിയെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള SIR, അവിടെ 90 ലക്ഷത്തോളം ആളുകൾക്ക് ആണ് ഇത്തവണ വോട്ടവകാശം നഷ്ടമായത്. തുടക്കത്തിൽ SIRന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അടക്കം ഈ മുർഷിദാബാദ്, മാൽഡ പോലെ ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയവും ഇത്തവണ ഏറെ കൗതുകകരമാണ്. ഒരു ഭാഗത്ത് മമതാ ബാനർജി ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ അടക്കം മമതാ ബാനർജി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിന് കാരണം ഇത്തവണ പശ്ചിമ ബംഗാളിൽ ഈ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത് 2407 കമ്പനി കേന്ദ്രസേനയാണ്. അതായത് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണോ കേന്ദ്രസേനയെ വിന്യസിക്കുന്നത് അതുപോലെ കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, അതെങ്ങനെയെന്ന് സ്വാഭാവികമായും തോന്നാം. അതായത് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് സേനയുടെ സാന്നിധ്യം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആരോപിക്കുന്നത്.